ഡെഫിനിഷൻ സോളാർ ക്യാമറകൾ മിഴി തുറന്നു. AI സംവിധാനമുള്ള ക്യാമറ നിരീക്ഷണത്തിലൂടെ നഗരത്തിലെ മാലിന്യ നിക്ഷേപവും കുറ്റകൃത്യങ്ങളും തടയുകയാണ് ലക്ഷ്യം. ക്യാമറ സുരക്ഷാ പദ്ധതിയുടെ ഉദ്ഘാടനം പിറവം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു നിർവഹിച്ചു. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. 24 മണിക്കൂറും നിരീക്ഷണ വിധേയമാക്കുന്ന പദ്ധതി കേരള ഗ്രാമീൺ ബാങ്ക് പിറവം ശാഖയുടെ സഹകരണത്തോടെയാണ് നഗരസഭ നടപ്പിലാക്കിയിരിക്കുന്നത്. ക്യാമറ മോണിറ്റർ നഗരസഭയിൽ സ്ഥാപിച്ചു. സിഗ്നലുകൾ നഗരസഭ സ്റ്റേഷൻ ഇൻസ്പെക്ടർ SI എന്നിവരുടെ മൊബൈൽ ഫോണിലേക്ക് എത്തും. പിറവം ആശുപത്രി കവല, ഫാത്തിമ മാതാ സ്കൂൾ കവല, IB ജംഗ്ഷൻ, പഴയ പഞ്ചായത്ത് കവല, കരവട്ടെ കുരിശ്, പൊതുമാർക്കറ്റ്, ബസ് സ്റ്റാൻഡിന്റെ മുൻവശം, പള്ളിക്കവല, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, ദേവിപ്പടി എന്നിവിടങ്ങളിലാണ് ക്യാമറ സ്ഥാപിച്ചിട്ടുള്ളത്. AI സംവിധാനമുള്ള ക്യാമറ നിരീക്ഷണത്തിലൂടെ നഗരത്തിലെ മാലിന്യ നിക്ഷേപവും കുറ്റകൃത്യങ്ങൾ തടയുകയുമാണ് ലക്ഷ്യം. പിറവം മാർക്കറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു ക്യാമറ സുരക്ഷാ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ നാടിനെ പിറവത്തിനെ മാലിന്യമുക്തമാക്കുന്നതിനും അതുപോലെ തന്നെ ആളുകളുടെ ജീവിതം സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ജാഗ്രതയുടെ മിഴികൾ ഇവിടെ തുറന്നിരിക്കുന്നത്. നഗരസഭയിലെ ടൗണിന്റെ പ്രധാന പ്രദേശങ്ങളിലെല്ലാം ഏകദേശം 12ഓളം ക്യാമറകൾ നമുക്ക് വെക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ 4 ക്യാമറ ആറ്റുതീരം പാർക്കിൽ വെച്ചിട്ടുണ്ട്. അതിന്റെ ആ തത്സമയത്തിലുള്ള ദൃശ്യങ്ങള് നമ്മുടെ സാറിന്റെ ഫോണുകൾ, അതുപോലെ തന്നെ SIയുടെ ഫോണുകളും, അതുപോലെ തന്നെ നമ്മുടെ എക്സൈസ് ഓഫീസിലും ഒക്കെ ഞങ്ങള് അത് ഡിസ്പ്ലേ കിട്ടും. അതുപോലെ തന്നെ നഗരസഭയിലെ ഹെൽത്തിലെ ഓഫീസിൽ വലിയൊരു മോണിറ്റർ വെച്ചുകൊണ്ട് നമുക്ക് അതിന്റെ തത്സമയത്തിലുള്ള ദൃശ്യങ്ങൾ ലഭ്യമാകുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ പറയുന്ന പോലെ നമ്മുടെ നാടിനെ മാലിന്യമുക്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്ന് വൈസ് ചെയർമാൻ KP സലീം അധ്യക്ഷനായി. നഗരസഭ തന്നെ നേരിട്ട് പണം മുടക്കിക്കൊണ്ട് 20 ക്യാമറ കൂടെ സ്ഥാപിക്കാൻ പോവുകയാണ്. അതിന്റെ സാങ്കേതികമായി ബന്ധപ്പെട്ട താമസമുണ്ടാണ്. ഇതിനോടകം തന്നെ മാർച്ചിലെ പദ്ധതി അവസാനിക്കുന്നതുകൊണ്ട് പണം നമ്മൾ അടച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അത് സ്ഥാപിക്കേണ്ടത് PWDയുടെ ഇലക്ട്രോണിക് വിങ് ആണ് സ്ഥാപിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ പദ്ധതിയിൽ പണം അവർക്ക് കൈമാറി കഴിഞ്ഞു. PWDയുടെ ഇലക്ട്രോണിക് വിങ് ആണ്. കാരണം റോഡിൽ വെക്കുന്നതുമായി ബന്ധപ്പെട്ട് അവർക്ക് തന്നെ അതിന്റെ സംവിധാനമുണ്ട്. അവരതിന്റെ സ്ഥലങ്ങളെല്ലാം സ്പെസിഫൈ ചെയ്ത് നോട്ടിഫൈ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. 20 ക്യാമറയും കൂടെ അധികം താമസിക്കാതെ പിറവം നഗരസഭയുടെ പല ഭാഗങ്ങളായി വരും. ബാങ്ക് റീജിയണൽ മാനേജർ AG രമ്യ ക്യാമറകളുടെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. കേരള ഗ്രാമീൺ ബാങ്ക് RRB സെക്ടറിൽ വരുന്ന ഒരു ബാങ്കാണ്. അതിൽ 50% ഷെയർ കേന്ദ്ര ഗവൺമെന്റിന്റെയും 25% ഷെയർ സ്പോൺസർ ബാങ്ക് ഒരു ദേശീയ സാൽകൃത ബാങ്കായിരിക്കും. KGBയെ സംബന്ധിച്ചത് കേരള ബാങ്കാണ്. 15% സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും ഉടമസ്ഥതയിലുള്ള ഒരു ബാങ്കാണ് കേരള ഗ്രാമീൺ ബാങ്ക്. അതായത് പൂർണ്ണമായും ഗവൺമെന്റ് ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന ഒരു ബാങ്കാണ് കേരള ഗ്രാമീൺ ബാങ്ക്. ഇന്ന് നമുക്കറിയാം, ഈ ഗ്രാമീൺ ബാങ്കുകൾ തുടങ്ങാനുള്ള സാഹചര്യം തന്നെ മറ്റു ദേശസാൽകൃത ബാങ്കുകൾക്ക് സേവനങ്ങൾ എത്തിക്കാൻ സാധിക്കാത്ത ഗ്രാമീണ മേഖലയിലാണ് ഗ്രാമീൺ ബാങ്കുകൾ ആദ്യമായി നിലവിൽ വന്നത്. ഇന്ന് ആ സ്ഥിതി മാറി. ഇന്ന് കേരളത്തിലെ കേരള ഗ്രാമീൺ ബാങ്ക് 634 ശാഖകൾ ഉണ്ട്. പുത്തൻകുരിശ് DYSP VT ഷാജൻ മുഖ്യപ്രഭാഷണം നടത്തി. കള്ളനെ ഓവർടേക്ക് പോലീസും അല്ലെങ്കിൽ പോലീസിന്റെ പിടിയിൽ വരാതിരിക്കാൻ കള്ളനെ ശ്രമിക്കുന്ന കളികളാണ് നമ്മൾ കളിച്ചുകൊണ്ടിരുന്നത്. കാലം മാറുമ്പോൾ ഓരോ തവണയും പോലീസ് എത്രയൊക്കെ മുന്നോട്ട് അതിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടുവരുമ്പോൾ കള്ളന്മാർ അതിനെ ഓവർടേക്ക് ചെയ്യാനുള്ള പുതിയ പരിപാടികൾ കണ്ടിരിക്കുന്നത് സൈബർ തട്ടിപ്പുകളൊക്കെ. അപ്പൊ അതുപോലെ തന്നെ പോലീസ് അപ്പോൾ വീണ്ടും കള്ളന്മാരെ ഓവർടേക്ക് ചെയ്യാനുള്ള വിധത്തിലുള്ള നടപടികളായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, ഈ CCTV ക്യാമറയും ഒരു മൊബൈൽ ഫോണും ഒരു കേസിലുണ്ടെങ്കിൽ ആ കേസ് തെളിയിക്കാൻ പറ്റുമെന്നുള്ള ആത്മവിശ്വാസമാണ് പോലീസിനുള്ളത്. മുൻ നഗരസഭാ ചെയർപേഴ്സൺ ഏലിയാമ്മ ഫിലിപ്പ്, സ്ഥിരം സമിതി അധ്യക്ഷൻ അഡ്വക്കേറ്റ് ബിമൽ ചന്ദ്രൻ, കൌൺസിലർമാരായ P ഗിരീഷ് കുമാർ, ജോജിമോൻ ചാരുപ്ലാവിൽ, രമ വിജയൻ, പിറവം സ്റ്റേഷൻ ഇൻസ്പെക്ടർ DS ഇന്ദ്രരാജ്, പിറവം പോലീസ് സബ് ഇൻസ്പെക്ടർ KS ജയൻ, SI ജിനു P തോമസ്, അസിസ്റ്റന്റ് SI S സത്യപ്രസാദ്, വിവിധ കക്ഷി രാഷ്ട്രീയ നേതാക്കളായ സോമൻ വലയിൽ, ഷാജു ഇലന്നിമറ്റം, മെർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ബാബു പാണക്കാട്ട്, വ്യാപാരി വ്യവസായി സമിതി പ്രസിഡന്റ് KR ശശി, പിറവം നഗരസഭാ സൂപ്രണ്ട് P സുലഭ, ഹെൽത്ത് ഇൻസ്പെക്ടർ PS വിശ്വം, സെക്രട്ടറി V പ്രകാശ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ iVision പിറവം. IT രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ. IT മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള 3 മാസത്തെ CCNA നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം. നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം. ISP സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും
കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന 100% പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു. രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, നിയർ റെയിൽവേ സ്റ്റേഷൻ, പുതുക്കാട്.